that is marry this guy. And എന്തൊക്കെ സോറി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. വന്ന ആ ഒരു സമയത്തായിരുന്നു ഞാൻ സ്വത്തുക നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് സ്വത്തുകൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ലക്ഷറി ലൈഫ് നേടാനെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നമുക്ക് കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മുസ് സ്റ്റുഡിയോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു റിവേഴ്സിംഗ് 2023. 2023 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് ഉണ്ടായിട്ടുള്ള സ്ട്രഗിൾസ്, ചലഞ്ചസ്, ഹാപ്പിനെസ് എന്തായിക്കോട്ടെ, ലൈഫിൽ ഉണ്ടായിട്ടുള്ള മൊമെന്റ്സ് ഐ ആം ഗോയിങ് ടു ഷെയറിംഗ് വിത്ത് യു. ബിക്കോസ് എനിക്കിത് ഭയങ്കരമായിട്ട് അത്യാവശ്യം ഇറ്റ്സ് മാൻഡേറ്ററി ഫോർ ഷെയറിംഗ് വിത്ത് യു ഗൈസ്. ബിക്കോസ് എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. മിസ്റ്റേക്സ് ആയിക്കോട്ടെ, ട്രൂ ഡിസിഷൻസ് ആയിക്കോട്ടെ, നല്ല ഡിസിഷൻസ് ആയിക്കോട്ടെ, എല്ലാം അത് നിങ്ങൾ അറിയണം. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കുറെ ആലോചിച്ചു ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ടോ. ബട്ട് എന്റെ മൈൻഡ് പറയുന്നു ദാറ്റ് ഇസ് ഞാൻ ചെയ്ത മിസ്റ്റേക്സ് ഇനി ആരും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ചെയ്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടീവ് ആവാൻ വേണ്ടിയിട്ടും ഇറ്റ് വിൽ ഹെൽപ്പ് യു അ ലോട്ട് ഗൈസ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള 2023 എക്സ്പീരിയൻസസ് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ച എക്സ്പീരിയൻസസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ബാഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ കമന്റ് ചെയ്യാൻ, ബാക്കിയുള്ളവർക്ക് അത് കാണുമ്പോൾ ദാറ്റ് വിൽ ബി അത് എങ്ങനെയാണ് അവരെ എഫക്ട് ചെയ്യാന്ന് നമുക്ക് അറിയില്ല. സോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ്ലി തന്നെ എന്റെ 2023 സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രിപ്പിലൂടെയാണ് കേട്ടോ. ട്രിപ്പിലൂടെ പറയുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, സ്വത്തുക്ക ട്രിപ്പ് പോയിട്ട് വന്നതായിരുന്നു, ചെന്നൈക്ക് പോയിട്ട് വന്നതായിരുന്നു. അവരുടെ ബിസിനസ് ടൂർ, അങ്ങനത്തെ വർക്ക് പരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോയിട്ട് വന്നേക്കായിരുന്നു. ആൻഡ് ആ വന്ന ആ ഒരു സമയത്തായിരുന്നു ഞാൻ സ്വത്തുക്ക നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റി, സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ 2023 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ആബ്സല്യൂട്ട്ലി ഞാൻ സർപ്രൈസ് സ്വത്തുക്ക അറിയാണ്ടാണ് ഞാൻ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് സ്വത്തുക്ക വീട്ടിലില്ലല്ലോ, വീട്ടിലില്ലാത്തപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ടൗണിലൊക്കെ പോയി അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഒക്കെ നമുക്ക് റെഡി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അറ്റ് ദ ടൈം സ്വത്തുകാരും എനിക്ക് വേണ്ടിയിട്ട് കുറെ സർപ്രൈസസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് തിരിച്ചു വന്നപ്പം അറ്റ് 2023 ജനുവരി ഫസ്റ്റിന് രാത്രിയായിരുന്നു തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ആ രാത്രിയിൽ തന്നെ വി ഗോട്ട് എന്താ പറയാ സർപ്രൈസ് പൊട്ടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് കൊടുക്കുക. ഹാപ്പിനെസ് മൊമെന്റ്സ് ആയിരുന്നു സ്റ്റാർട്ടിങ് തന്നെ. അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ കുറെ പ്രോമിസസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 1-ാം തീയതി അല്ല, ഈ 2022 ലാസ്റ്റ് എത്തുമല്ലോ, ഈ ഡിസംബർ ലാസ്റ്റ്, അതായത് 2023 സ്റ്റാർട്ടിങ് ആ ഒരു സമയം എത്താറുമ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ കുറെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ബോഡി ട്രാൻസ്ഫോർമേഷൻ, സ്കിൻ ട്രാൻസ്ഫോർമേഷൻ, ഫുഡൊക്കെ കൺട്രോൾ ചെയ്യും, നല്ല ഹെൽത്തി ഹാബിറ്റ്സ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ പ്രോമിസ് ചെയ്യാനുള്ള സമയമായിരുന്നു. ആൻഡ് അറ്റ് ജനുവരി 2023 ജനുവരി 1 അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പ്രോമിസ് ചെയ്യുകയും ചെയ്തിട്ടാ. ആൻഡ് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ. അതായത് അങ്ങനത്തെ കുറച്ച് കാര്യം, നല്ല ഹാബിറ്റ്സ് പ്രോമിസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയിരിക്കും ആ ലൈഫിൽ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോമിസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ അടിപൊളിയായിട്ട് മാറും. അതുകൊണ്ടൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗൈസ്, ജനുവരി 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് സ്ട്രഗിൾ ആയിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. ഈ 2023 സ്റ്റാർട്ടിങ് അങ്ങോട്ട് കഴിഞ്ഞ പാടെ തന്നെ ഒരു അടിപൊളി ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനം വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് മൈൻഡ് ഡിപ്രസ്ഡ് ആവാൻ ഇതിലും വലുതൊന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്ന ക്വാർട്ടർ മാറുക, അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു ഞങ്ങൾ. ബിക്കോസ് അത് മാറേണ്ടത് ഞങ്ങൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. കാരണം പക്ഷെ അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഒക്കെ കാരണം നമുക്ക് അതിന് മാറാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അതിങ്ങനെ വെച്ചിട്ടായിരുന്നു, കുറച്ച് കഴിയട്ടെ എന്നുള്ള രീതിയിൽ. ആൻഡ് അത്ത 2023 ബിഗിനിങ്ങിൽ തന്നെ ക്വാർട്ടർ മാറാനുമ്പോൾ ചിലർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, വീട് മാറാന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. വീട് മാറാൻ പറയുമ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അതിൽ വരുന്ന പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് പറയുമ്പോൾ അടിപൊളി. ഞാൻ എന്ത് സന്തോഷത്തിലല്ല പറയുന്നത്, ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല, ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ് ഇഷ്ടം. ദാറ്റ് ഈസ് എന്ത് ലൈഫിൽ എന്തൊക്കെ നമ്മുടെ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ ചിരിച്ചുകൊണ്ട് നേടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷന്റെ 50% സ്ട്രഗിൾസ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൈൻഡോടെ നേരിട്ട് നോക്കും, നമുക്ക് ഒരു ലൈഫിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കല്ല, അത് യാഥാർത്ഥ്യമാണ്. ദാറ്റ് ഇസ് റിയൽ, 100% റിയൽ ആണ്. നമ്മൾ എന്ത് കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് നേരിടുകയാണെന്നുണ്ടെങ്കിൽ വി ഗോട്ട് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ അവർ ലൈഫ്. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ, അടിപൊളിയാണ് ആ ഒരു ഇത് പറയുന്നത്. എനിക്ക് കുറെ വർഷങ്ങൾ കൊണ്ട് മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് ഒറ്റ സെക്കൻഡിൽ പറഞ്ഞു തന്നത് മാത്രമേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എന്ത് കാര്യം ചെയ്യുമ്പോൾ പോസിറ്റീവ് മൈൻഡോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് 100% വർക്കിംഗ് ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്ട്രഗിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ 50% ആ സ്ട്രഗിളിന്റെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ആൻഡ് ഗൈസ്, അപ്പം ഈ ഷിഫ്റ്റിംഗ് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ, ഭയങ്കര സ്ട്രഗിൾസ്, ഭയങ്കര നമ്മൾ ഡിപ്രഷനിൽ വരെ ആക്കും ഈ ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്താ, വീട്ടിലുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുക. സ്വത്തുക്ക വിൽ ഹെൽപ്പ് കേട്ടോ അലോട്ട്. പക്ഷെ സ്വത്തുക്കൾക്ക് അനത കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, ഇതിന്റെ ഭാഗമായിട്ട് വേറെ കുറെ കാര്യങ്ങൾ വരുമല്ലോ, അതൊക്കെ നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പാക്ക് ചെയ്തോളാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് യൂട്യൂബിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. എന്റെ വർക്കിന്റെ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഞാൻ വർക്ക് നിർത്തി വെച്ചു. അങ്ങനെ അവസാനം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പട്ടി ഇരുന്ന് വർക്ക് ചെയ്യുന്ന പോലെ, പട്ടി പണിയെടുക്കൂലേ അതേപോലെ ഞാൻ ഇഷ്ടം പോലെ വീഡിയോസ്, കണ്ടന്റുള്ള വീഡിയോസ് എടുത്തിട്ട് അത് ഷൂട്ട് ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. 10, 25, 30 വീഡിയോസ് കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ദാറ്റ് വാസ് വെരി സ്ട്രഗ്ലിംഗ് ഫോർ മീ, വെരി ചലഞ്ചിങ് ഫോർ മീ. പക്ഷെ എന്നാലും ഞാൻ പിന്മാറിയില്ല. ബിക്കോസ് ഇത് എനിക്ക് യൂട്യൂബ് വിട്ട ഒരു കളിയില്ല ഗൈസ്. ഞാൻ പട്ടി പണിയെടുക്കുന്ന പോലെ പണിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ആണ് എൻ്റെ ദൈവം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഐ വാസ് സ്ട്രഗ്ലിംഗ് അലോട്ട് ഇൻ ദിസ് ഫീൽഡ്. കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഇപ്പോഴും ഒന്നും എത്തിയിട്ടില്ല, എന്നാലും ഈ ഒരു നിലയിലേക്കെങ്കിലും എത്താൻ വേണ്ടിയിട്ട് കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറെ വീഡിയോസ്, പട്ടി പണിയെടുക്കുന്ന പോലെ കുറെ വീഡിയോസ് എടുത്ത് വെക്കുക, അതിന്റെ എഡിറ്റ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയി. അത് ഒറ്റ ദിവസം കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല, പിന്നെ നമുക്ക് ടൈം കിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് എഡിറ്റിങ്, അതിന്റെ കാര്യങ്ങളും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ അതിന്റെ സൈഡായിട്ട് എന്ത് ചെയ്തു, നമ്മൾ ബാക്കിയുള്ള പാക്കേജിങ്, ഈ സാധനങ്ങൾ, ആക്സസറീസ്, വീട്ടിലുള്ള ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് പാക്ക് ചെയ്യുക, അങ്ങനത്തെ കുറെ ഒരു ഇതിലേക്ക് എത്തി. മീൻസ് നമ്മുടെ ആക്സസറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുക നമ്മുടെ സാധനങ്ങൾ തന്നെ ഉണ്ടാവും. ഒരു ലോട്ട് എൻ്റെ ഡ്രസ്സസ് പറയുമ്പോൾ അതൊരു 10 കവറെങ്കിലും ഉണ്ടാവും. ഒരു വലിയ നീല കവറില്ല, നമ്മൾ വേസ്റ്റ് ഇടുന്ന ഈ നീല ഒരു കവർ ഉണ്ടല്ലോ, നമ്മൾ കല്യാണത്തിലൊക്കെ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകണം, അങ്ങനത്തെ വലിയ നീല കവർ 8-10 പാക്ക് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്തായാലും എന്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വീഡിയോക്കുള്ള ഷൂട്ടിങ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി നമുക്ക് അത് നോക്കണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ ഷൂട്ടിംഗ് ആക്സസറീസ്, എന്റെ ഡ്രസ്സസ്, ഓർണമെന്റ്സ് എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരു കവറിലാക്കിയിട്ട് മാറ്റി വെച്ചു. അത് ഫസ്റ്റ് തന്നെ മാറ്റി വെച്ചു. ബിക്കോസ് അത് പാക്ക് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഓരോ ഡ്രസ്സ് മാറ്റി വെക്കണ്ടേ. നമുക്ക് നമ്മുടെ കുറച്ച് ഈ ചില്ല് വർക്കൊക്കെ ഉള്ള ഡ്രസ്സസ് നമ്മുടെ നോർമൽ ഡെയിലി വെയറിന്റെ കൂടെ പെട്ട് കഴിഞ്ഞാൽ അത് ആകെ ചീത്തയായിട്ട് പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ ഒരു കവറിലാക്കി വെച്ചു, പഴയത് വേറെ കവറിലാക്കി വെച്ചു, ഡെയിലി വെയർ വേറെ ആക്കി വെച്ചു. അങ്ങനെ അതൊക്കെ ആദ്യം പാക്ക്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഷൂട്ടിംഗ് ആക്സസറീസ് പറഞ്ഞ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ റിംഗ് ലൈറ്റ്, ട്രൈപോഡ്, നമ്മുടെ ക്യാമറ ആക്സസറീസ്, മൊബൈൽ ഹോൾഡിംഗ് ആക്സസറീസ്, മൈക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. ബിക്കോസ് ഇത് നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഇതെല്ലാത്തിന്റെ ഇടയിൽ കിടന്നിട്ട് പൊടിഞ്ഞു പോവുക, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈ വില പിടിപ്പുള്ള, നമുക്ക് പൊട്ടാനും ചടക്കാനും തന്നെയല്ലേ പറയാം, എനിക്ക് അറിയില്ല, വായ തോന്നി ഞാൻ പറയാം. അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയാമായിരിക്കില്ല. ഈ ലാംഗ്വേജ് എല്ലാവരുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, നമുക്ക് ദേഷ്യം വരുമ്പോഴും അങ്ങനെയൊക്കെ വരുന്നതാണ്. അപ്പൊ ഞാൻ പൊട്ടാനും ചടക്കാനും ചാൻസ് ഉള്ള സാധനങ്ങളൊക്കെ കൂടി എല്ലാത്തിനകത്തും അത് പ്രത്യേകം മാറ്റി വെച്ചു. പിന്നെ ഉള്ളത് എന്റെ ആക്സസറീസ് അല്ല, ഷൂട്ടിംഗ് ആക്സസറീസ് പറയുമ്പോൾ നമ്മുടെ ഓർണമെന്റ്സ്, അങ്ങനത്തെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ കൂടി അതും വേറെ ഒരു ബോക്സിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ട്, ഇതിനകത്ത് കൂളിംഗ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഇല്ലല്ലേ, അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് തന്നെ ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. മീൻസ് നമുക്ക് ഡെയിലി അത്യാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് വേണ്ട ഡ്രസ്സസ് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം പാക്ക് ചെയ്തു. പിന്നെ ലാസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വെക്കുക, അത് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എല്ലാതും പാക്ക് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത്, അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിന്റെ കൂടെ ഓടേണ്ടതായിട്ട് കുറെ സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ ഇത് അങ്ങോട്ട് കൊണ്ടെത്തിക്കണം, ഞങ്ങളെല്ലാം കൊണ്ടെത്തിക്കണം, നമ്മൾ വേറെ വണ്ടിയൊക്കെ ഏൽപ്പിക്കും, അതിന്റെ എക്സ്പെൻസസ്, ഈ പാക്ക് ചെയ്ത കാര്യങ്ങൾ അങ്ങോട്ട് എത്തിക്കുക, ഡെലിവറി ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏത് ക്വാർട്ടർക്കാണോ പോകുന്നത് അവിടെ കുറെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണ്ടേ, ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അവിടെ എല്ലാതും അറേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2023 സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ക്വാർട്ടർ ഒക്കെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. കാരണം ഇങ്ങനെ സ്ട്രഗിൾസ് ആണ്, മടി പിടിച്ചിരിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തീർക്കണം. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത്, ഇവിടെ മീൻസ് ഇപ്പൊ നിൽക്കുന്ന സ്ഥലം അതാണ് കേട്ടോ, നമ്മളിപ്പോ മാറി പുതിയ സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത്, ഫർണിഷിങ് ആൻഡ് ഇലക്ട്രിക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത്, ആൻഡ് എന്റെ ഷൂട്ടിംഗ് ആക്സസറീസ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത്, ബാക്കിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് പോലെ ഈ അടുത്ത് സെറ്റ് ചെയ്തത്. അതായത് ഇവിടെ സെറ്റ് ആയി 1 വർഷമൊക്കെ ആവാറാകുമ്പോഴാണ് ഇതിവിടെ സെറ്റ് ചെയ്തത്. എനിക്ക് അത്രയും ടൈം വേണമായിരുന്നു, അല്ലാതും കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ ചെയ്തത് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കിൻ ട്രാൻസ്ഫോർമേഷൻ, ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒക്കെ പ്രോമിസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപ്പാടെ അങ്ങോട്ട് മാറി. ബിക്കോസ് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പം നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ടയേർഡായി, ക്ഷീണിച്ചു. വി നീഡ് ഫുഡ്, നമുക്ക് മര്യാദ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ കയറിയപ്പം, ഇവിടെ വന്നപ്പം നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുറത്തുനിന്നുള്ള ഫുഡ്, ഫാസ്റ്റ് ഫുഡ് കഴിക്കൽ, തീറ്റ കൂടി.
ആൻഡ് അതാണ് ഇപ്പൊ എന്റെ വെയിറ്റിൽ ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ റീസെന്റ് ആയിട്ട് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് റെഡ്യൂസിങ്. പക്ഷെ വന്ന സമയത്ത് നന്നായിട്ട് ഫാസ്റ്റ് ഫുഡ് അടിച്ചു, ഒന്നും ഹെൽത്ത് ഒന്നും നോക്കാണ്ട്, ഹെൽത്ത് വൈസ് ഒന്നും തന്നെ നോക്കാണ്ട് ചീത്ത ഫുഡ്, ടോക്സിൻസ് ഒക്കെയുള്ള ഫുഡ്, എണ്ണ മീൻസ് എനിക്ക് ചിക്കൻ ഫ്രൈഡ്, അൽഫാം, മന്തി, പൊറോട്ട ആൻഡ് ബീഫ് ഫ്രൈ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നന്നായിട്ട് നടപ്പാക്കി ഗൈസ്. അതാണ് മെയിൻ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇവിടെ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ബാഡ് ഹാബിറ്റ്സ് കുറച്ച് പറയുമ്പോൾ അതാണ്. പിന്നെ നമ്മൾ ട്രിപ്പ് പോയി, ബാംഗ്ലൂർ പോയി അടിച്ച് പൊളിച്ചു. ഈ സ്ട്രഗിൾസ്, ടെൻഷൻസ് ഫ്രീ ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് അവിടെ കുറെ കാലം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ്. നമ്മൾ വർക്കൊന്നും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ മാറി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് അടിപൊളി ഫീൽ ആണ്. നമ്മൾ ഇവിടുന്ന് ഡെയിലി നൈറ്റ് ഒക്കെ പുറത്ത് കറങ്ങാനൊക്കെ പോകാറുണ്ട്. എന്നാലും നമുക്ക് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്ലേസ് വേറെ സ്ഥലത്തേക്ക് മാറിയിട്ട് നമ്മൾ ടെൻഷൻ ഫ്രീ ആകുമ്പോൾ നമുക്ക് അടിപൊളി ഫ്രീ ആണ് കിട്ടാൻ, നമുക്ക് അടിപൊളി ഫീൽ ആണ് നമുക്ക് കിട്ടാൻ. നമ്മൾ നന്നായിട്ട് റിലാക്സ്ഡ് ആവും, നല്ല അടിപൊളി വൈബ് കിട്ടും, ആ ഒരു വൈബ് സെറ്റായി വരും. അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ വീണ്ടും വർക്ക്, യൂട്യൂബ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്ട്രെസ്, കുറച്ചുകൂടി ഒന്ന് എന്താ പറയാ, കുറച്ചുകൂടി എന്താണ് അതിന് പറയാ, ഒന്നുകൂടി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷമുള്ള പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും യൂട്യൂബിൽ നല്ല അടിപൊളി കണ്ടന്റ്സ്, യൂട്യൂബിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും ആസ് ടു നോർമൽ, ബാക്ക് ടു നോർമൽ ആയി തുടങ്ങി. പിന്നെ അതിനുശേഷം ആണ് ഞാൻ എന്താ ചെയ്യുക, സ്റ്റുഡിയോസ് കാര്യങ്ങളൊക്കെ അലങ്കരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി. ഇപ്പോഴും ഓരോന്നോരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ട് വരികയാണ്. എന്നാൽ പറ്റുന്നിടത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, പറ്റുന്നിടത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറെ ഡ്രസ്സസ് ഇതാണ് കിട്ടിയില്ല. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സത്യത്തിൽ കുറേ സാധനങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ. അപ്പം ഞാനിങ്ങനെ പറയും, എന്റെ അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് ഈ കണ്ണ റൂമിൽ, ഈ റൂമിൽ നിറച്ച് ഡ്രസ്സ്, അതാണ് എന്റെ അന്ത്യാഭിലാഷം എന്ന് ഞാൻ പറയും. അതൊക്കെ പറയും ഒക്കെ നടത്തി തരാം അങ്ങനെ പറയും. ഒക്കെ നടത്തി തരും എന്നുള്ളതാണ് കേട്ടോ അതിന്റെ ഉദ്ദേശം. അത് നമ്മളെ എന്താണോ ആഗ്രഹം അതൊക്കെ നടത്തി തരും. ദാറ്റ് ഇസ് ആ ഒരു കാര്യത്തിൽ ഞാൻ ബ്ലെസ്ഡ് ആണ്. എനിക്ക് എന്തൊക്കെ സ്ട്രഗിൾസ്, എന്തൊക്കെ ടെൻഷൻസ് ലൈഫിൽ വന്നാലും കുഴപ്പമില്ല. ദാറ്റ് ഇസ് ലൈക്ക് എന്താ പറയാ, ദാറ്റ് ഈസ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ടെൻഷൻസ്, എന്തൊക്കെ ചലഞ്ചിങ് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും എനിക്ക് പറയുമ്പം എന്റെ ഹസ്ബൻഡിനെ പോലെയുള്ള ഒരാളുള്ളത് ഐ എം ബ്ലെസ്ഡ് ആണ്. ബിക്കോസ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ലൈഫ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അത് എന്താ പറയാ, ദാറ്റ് ഇസ് ഐ എം വെരി ബ്ലെസ്ഡ് ഗൈസ്. ഞാൻ എന്റെ ലൈഫിൽ എടുത്ത ഏറ്റവും ബെസ്റ്റ് സിറ്റുവേഷൻ ആണ്. ദാറ്റ് ഇസ് മാരി ദിസ് ഗായ്. ആൻഡ് എന്തൊക്കെ സോറി എന്തൊക്കെ ടെൻഷൻസ് വന്നു കഴിഞ്ഞാലും ഐ ലൈക്ക് ദിസ് ലൈഫ്. ബിക്കോസ് എനിക്ക് പറയുമ്പം ഞാൻ സ്വത്തുക, മൈ ഫാമിലി, അത് കൂടുതൽ ഒന്നുമില്ല. സത്യം പറയാലോ, ഒന്നുമില്ല. ദാറ്റ് ഈസ് ബിഗ്ഗസ്റ്റ് തിങ് ടു മീ. സോറി ട്ടാ. ആൻഡ് പിന്നെ എന്താ, സ്വത്തുക്കൾ എന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും ടെൻഷൻസ് കാര്യങ്ങളൊക്കെ അനുഭവിക്കട്ടെ. എനിക്ക് അതൊന്നും ഒരു ടെൻഷനൊക്കെ എന്ത് തേങ്ങാവല്ലാന്ന് ഞാൻ ചോദിക്കാം. കാരണം എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്, എനിക്ക് സ്ട്രഗിൾ, ടെൻഷൻ ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് സ്വത്തുകാരനെ പോലത്തെ ഒരാൾ പാർട്ട്ണർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വിൽ ബി വെരി 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 കൈൻഡ് ഓഫ് നമുക്കതൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫീലാണ്. ദാറ്റ് ഇസ് ഐ ഡോണ്ട് നോ നിങ്ങൾ എത്ര പേർക്ക് അത് മനസ്സിലാവുന്നത്. എന്താ പറയാ, ചിലരൊക്കെ ചോദിക്കും എന്തിനാ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്നത്, വേറെ പാടില്ലേ, വീട്ടിൽ പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കും. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ, ആസ് റിലേറ്റഡ് ടു അവർ മാരേജ് എല്ലതും. ആൻഡ് മീൻസ് കുറെ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, പറയേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയാം കേട്ടോ. ആൻഡ് ഞാൻ വിചാരിക്കുന്ന ഒരു Q&A ആയിട്ടൊരു അത് പറയാൻ ഒരു എപ്പിസോഡ് തന്നെ വേണ്ടി വരും. അതുകൊണ്ടാണ് പറയാത്തത്. ആൻഡ് കുറെ സ്ട്രഗിൾസ് കൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ മാരേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി പറയാൻ ഒരു എപ്പിസോഡ് തന്നെ വേണ്ടി വരും. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ അടുത്ത് എന്തായാലും പറയുന്നതായിരിക്കും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. സോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ കൂടെ ഇതേപോലെ നിൽക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ടെൻഷൻസ് വന്നാലും എന്തൊക്കെ ഉണ്ടെന്ന് എഴുതി പോയിട്ട് പുല്ല്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് എൻ്റെ അതായത് എനിക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ആയി മാറിയതാണ് കേട്ടോ. ആൻഡ് അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ് ഈസ് നമുക്ക് കുഞ്ഞു ടെൻഷൻസ് കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻസ് ആക്കിയിട്ട് കഴിഞ്ഞേൽപ്പിക്കാം, അങ്ങനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ അങ്ങനത്തെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫേ ചേഞ്ച് ആവും. നമുക്ക് എത്രത്തോളം ഹാപ്പിനെസ് കിട്ടും അത്രത്തോളം അതിന്റെ എക്സ്ട്രീം ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അത് അടിപൊളിയാണ്. എനിക്ക് എൻ്റെ മീൻസ് എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലത്തെ ലൈഫിൽ ഒരാൾ, അവരാരാ നിങ്ങൾ എന്തായാലും മെൻഷൻ ചെയ്യാം. ആൻഡ് ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ 2023 ലൈഫ് എന്ന് പറയുന്നത്. ആൻഡ് 2023 പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, എൻ്റെ ബർത്ത്ഡേ October 23 ആ ഒരു ടൈം, ഞങ്ങളുടെ ആനിവേഴ്സറി ടൈം. ആനിവേഴ്സറി എന്ന് പറയുമ്പം
ഒരു നവംബർ ആ ഒരു മാസത്തെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ആ ഒരു ഡിസിഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഈസ് ബോഡി ട്രാൻസ്ഫോർമേഷൻ, സ്കിൻ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. അതായത് ഫുഡിലൊക്കെ ചേഞ്ച് വരുത്തി ആൻഡ് ബോഡി ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു മടിയും കൂടാണ്ട് വർക്കൗട്ട് ഇറ്റ്സ് നമ്മുടെ ഒരു റൂട്ടീൻ്റെ ഒരു ഇറ്റ്സ് ബിക്കം എ പാർട്ട് ഓഫ് അവർ റൂട്ടീൻ ആയിട്ട് മാറി. അത്രയും ആ ഒരു സ്റ്റേജ് എത്തിയുന്നുണ്ട്. നമുക്ക് ഇനി ഒന്നും നോക്കാനില്ല. ഇറ്റ്സ് ബിക്കം എ പാർട്ട്, നമ്മുടെ റൂട്ടീൻ്റെ ഒരു പാർട്ടായി മാറി. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഡെയിലി ഞാനിപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഡെയിലി ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദിസ് ആപ്പ് ഹെൽത്തിഫൈ മീ, ഈ ഒരു ആപ്പിലൂടെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വാമപ്പ്, ഫുൾ ബോഡി വർക്കൗട്ട്, ABC വർക്കൗട്ട്, ഹാർഡ് കോർ, അങ്ങനത്തെ കുറെ നീ വർക്കൗട്ട്, ഫുൾ അബവ് ബോഡി, അങ്ങനത്തെ കുറെ വർക്കൗട്ട്സ് ഒക്കെ അതിൽ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ അത് അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇടും ആപ്പ്, പിന്നെ അത് യൂസ് ചെയ്ത് മടി പിടിച്ച് പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം ആയിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ ഒരു വർക്കൗട്ട്. ഇതിൽ നോക്കിയിട്ടാട്ടോ ഞാൻ പഠിച്ച വാമപ്പ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ അടുത്ത് ഏർലി മോർണിംഗ് ഒരു ഏകദേശം ഒരു 6 മണിക്ക് തന്നെ എണീച്ചിട്ട് ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്തതിന് ശേഷം വർക്കൗട്ട് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ തന്നെ സ്വത്തുക വൈകിട്ടാണ് സ്വത്തുകാരൻ്റെ വർക്കൗട്ട് റൂട്ടീൻ. അപ്പം അതിങ്ങനെ ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് വിൽ ബി ഹെൽപ്പ് അലോട്ട്. നമ്മുടെ ഹെൽത്ത് വൈസ്, ബോഡി വൈസ്, സ്കിൻ വൈസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്യുന്നത് നല്ലതാണ്, നമ്മുടെ ബോഡിക്ക് മസ്റ്റായിട്ട് നീഡായിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഇസ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ അതൊരു ഏറ്റവും നല്ല ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടി പിടിച്ചിരുന്നു. കുറെ മടി പിടിച്ചിരുന്നു. കുറെ എനിക്ക് ടൈം ഉണ്ടാവുമ്പോഴും നാളെ ചെയ്യാം, നാളെ എടുക്കാം, നാളെ ആക്കാം, അത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ പോലും അയ്യോ നാളെ ചെയ്യാം, എനിക്കിപ്പോൾ വയ്യ, അങ്ങനത്തെ ഒരു കുറെ ഇരുന്നിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ദാറ്റ് ഇസ് നമ്മുടെ വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, അതേ നമുക്ക് ലൈഫിൽ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് തിങ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ബിക്കോസ് നമുക്ക് മടിയാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു ഹാപ്പിനെസ്, ഇപ്പോഴത്തെ ആ ഒരു ഇത് മാത്രം മതി നമുക്ക്. ഫ്യൂച്ചറിനുള്ളത് നമ്മൾ ഇപ്പൊ തന്നെ സെറ്റ് ആക്കണം. അങ്ങനെ ചെയ്യാത്തടത്തോളം നമുക്ക് ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഫ്യൂച്ചറാണ് നമുക്ക് കൊണ്ടുവരിക. ദാറ്റ് ഇസ് ഐ അണ്ടർസ്റ്റാൻഡ് ഫ്രം മൈ ഓൾ എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസുകൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതൊക്കെ. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ വെച്ചാൽ നിങ്ങൾ അതുപോലത്തെ മിസ്റ്റേക്സ് ഒരിക്കലും ലൈഫിൽ ചെയ്യരുത്. ആൻഡ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ എന്തൊക്കെ ടൈപ്പ് ഓഫ് കറന്റ് ആംബിയൻസ് കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയില്ല. ദാറ്റ് ഇസ് മേ ബി സ്റ്റുഡൻസ് ഉണ്ടാവും, കോളേജ് ഗോയിങ് ഉണ്ടാവും, ആൻഡ് വർക്കിന് പോകുന്ന ആൾക്കാരുണ്ടാവും, മാരേജ് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കാണ്ട് നമ്മുടെ ലൈഫ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ സക്സസ് എപ്പോഴാണ്, നമ്മുടെ തലവര എപ്പോഴാണ് നേരാവുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഗൈസ്. നമ്മുടെ ഭാഗ്യം എപ്പോഴാണ് തെളിയുന്നത് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, മീൻസ് ഇങ്ങനെ ഓടല്ല, നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് എപ്പോഴെങ്കിലും ക്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഹൈയസ്റ്റ് ഓർ എക്സ്ട്രീം ലെവൽ ഓഫ് നമ്മളുടെ അടിപൊളിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ മടി പിടിച്ചിരിക്കാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ ചെയ്ത പോലത്തെ മിസ്റ്റേക്സ് ചെയ്യരുത്. ഞാനിപ്പോൾ ഭയങ്കര ആക്റ്റീവാണ്. ദാറ്റ് ഇസ് ഒരു 3 months ആയിട്ട് ഐ സ്റ്റാർട്ടഡ് വർക്കൗട്ട്. ഇത് എൻ്റെ ഒരു റൂട്ടീന്റെ ഭാഗമായി മാറി. ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം പിന്നെ അതേപോലെ തന്നെ സ്കിന്നൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് അതേപോലെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് തിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഈ വർഷം എനിക്ക് കുറെ എൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള കുറെ സാധനങ്ങൾ കിട്ടി ആസ് കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് തിങ്. പിന്നെ എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻഡ് ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ്, ഐ കളേർഡ് മൈ ഹെയർ. നോട്ട് യെസ്റ്റർഡേ, പ്രീവിയസ് ഇയർ ഫെസ്റ്റർഡേ ഐ ഡു ദിസ്. ഒരു 3 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. ഞാനിതൊരു ഇതെങ്ങനെ ചെയ്തതെന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഐ വിൽ ബി ഷെയർ ഗൈസ്. ബിക്കോസ് ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫാഷ്യൽ ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു ഈ വർഷം സ്റ്റാർട്ടിങ്ങിലല്ല, എൻഡ് ഓഫ് ദ ഇയറിൽ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. സോ ഇത് കുറെ നിർബന്ധിച്ചു, നീ പറഞ്ഞല്ല ഫാഷ്യൽ ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് എൻ്റെ മൈൻഡ് അവിടെ അനുവദിക്കുന്നില്ല. ബിക്കോസ് എന്താ പറയാ, ഫാഷ്യൽ ചെയ്യുമ്പം നമ്മൾ ഇവിടുന്ന് ചെയ്യുമ്പോൾ തിരൂര് പറയുമ്പോൾ നല്ല പാർലറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ദാറ്റ് ഇസ് ലൈക്ക് എ ബോഡി ട്രാൻസ്ഫോർമേഷൻ, ഫേസ് പാക്ക് പോലെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്താൽ മതിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോ ഗൈസ്, ഈ ഒരു വർഷം ഞാൻ എടുക്കാൻ പോകുന്ന പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മടി പിടിച്ചിരിക്കില്ല. എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഐ വിൽ ബി റൺ ഓടിക്കൊണ്ടേയിരിക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഇസ് ഐ തിങ്ക് ദാറ്റ്സ് വിൽ ബി ബെറ്റർ ഫോർ മീ. മടി പിടിച്ചിരിക്കാണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടല്ലോ നമ്മൾ ഫ്യൂച്ചറിൽ പണി മേടിക്കും, അതെനിക്ക് ഉറപ്പാണ്.
അപ്പോൾ അങ്ങനെ അതൊരു പ്രോമിസാണ്, ഒരിക്കലും മടി പിടിച്ചിരിക്കില്ല. പിന്നെ എൻ്റെ വർക്കൗട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ, ഈ ഒരു വർക്കൗട്ട് റൂട്ടീന്. ബിക്കോസ് അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ, ഭയങ്കരമായിട്ട് കോൺഫിഡൻസ്, ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് തരുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ഒരിക്കലും മുടങ്ങാണ്ട് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള അടുത്തൊരു ഡിസിഷൻ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ ഞാൻ ഇനി കഴിക്കുള്ളൂ. അത് അടുത്ത പ്രോമിസ് ആണ്. ഇത്രയും പ്രോമിസസ് ആണ് ഞാൻ എൻ്റെ ഇതിൽ എടുത്തിട്ടുള്ളത്. ആൻഡ് പിന്നെ യൂട്യൂബിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, അതൊക്കെ ഹാർഡ് വർക്കിൽ പെട്ടു. ഇത്രയും പ്രോമിസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ട്, ലൈഫ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും പ്രോമിസ് ചെയ്യുക. അതിപ്പോൾ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് നിർത്തുന്നതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല, ഡ്രിങ്കിങ്, ആൽക്കഹോൾ, സ്മോക്കിംഗ്, അതേപോലെ തന്നെ കുറെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അത് എന്തായാലും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഡിസിഷൻ എടുക്കാം. ചിലപ്പം ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. ഇറ്റ്സ് മൈ ടേക്ക് ടൈം, കുറച്ച് ടൈമൊക്കെ വേണം. നമുക്ക് സ്ലൈറ്റ്ലി ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഒക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുക്കുക ഗൈസ്. കാരണം നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ബോഡി ശ്രദ്ധിക്കാൻ നമ്മളേ ഉള്ളൂ. വേറെ ആൾക്കാരൊന്നും വന്ന് അത് ചെയ്യേണ്ടെന്നൊന്നും പറഞ്ഞു തരില്ല. ദാറ്റ് ഇസ് നമ്മുടെ ഒരു ഡിസിഷൻ ആണ്, നമ്മൾ ആക്കുന്നത്. സോ അങ്ങനത്തെ കുറച്ച് ഡിസിഷൻസ്, അങ്ങനത്തെ നല്ല ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബാഡ് ഹാബിറ്റ്സും സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ള ഡിസിഷൻസ് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങുക. അത് മസ്റ്റാണ്. എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. നമുക്കിപ്പം എന്താ പറയുക, ഒരു 10th വരെ, ഒരു +2 വരെ നമുക്കത് മനസ്സിലാവില്ല കേട്ടോ. ഡിഗ്രി ആയിട്ട് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. എന്നാൽ ഞാൻ ഏകദേശം ഒരു നോർമലൈസ് ചെയ്ത് പറയാണ്, നമുക്ക് +2 വരെ അത് മനസ്സിലാവില്ല. എഡ്യൂക്കേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. പിന്നെ ലൈഫിൽ ഒരു 25 ഒക്കെ എത്തി അങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഒരു സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി മസ്റ്റ് ആണ് ഗൈസ്. നമുക്കൊരു ലക്ഷറി ലൈഫ് നേടാനെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നമുക്ക് കുറച്ചെങ്കിലും റെസ്പെക്ട്, കുറച്ചെങ്കിലും സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഇസ് വെരി മസ്റ്റ്. നിങ്ങൾ എന്തൊക്കെ പ്രോമിസസ് ആണ് ഈ 2024 ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്രോമിസസ് എന്തൊക്കെയാണെന്നുള്ളത് മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ ഭയങ്കര മോട്ടീവ് ആയിരിക്കും. ഞാൻ ഇങ്ങനെ ഒക്കെ പ്രോമിസ് എടുത്താലോ എന്നൊക്കെ ഒരു തോട്ട് അവരുടെ മൈൻഡിൽ വരാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഗൈസ്. ട്രസ്റ്റ് മീ, നിങ്ങൾ ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല പോസിറ്റീവ് എനർജിയോടെ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ പ്ലസന്റ്, അടിപൊളി വൈബ്രന്റ് ലൈഫ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഐ പ്രോമിസ് യു. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹെയർ കളർ അപ്ഡേറ്റ്സിന്റെ വീഡിയോ ഒക്കെ നമുക്ക് വരും കേട്ടോ. ഞാൻ 2024 കഴിഞ്ഞിട്ടുള്ള ജനുവരി ആ ഒരു ലാസ്റ്റ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മുടെ 2023 അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ 2024 ഇതിലും അപ്ഡേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം, ട്രൈ ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.